ഹായ് ഓൾ, വെൽക്കം ടു എജ്യുബി. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജോമെട്രി ആണ്. ഓക്കെ, അഡ്വാൻസ് മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജോമെട്രി എന്ന് പറയുന്നത്. നമ്മളിപ്പം SSC, CGL, CHSL അതുപോലെ CPO, റെയിൽവേ എക്സാംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്നൊരു ടോപ്പിക്കാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് കുറേ പ്രോപ്പർട്ടീസും തിയറംസ് ഒക്കെ പഠിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു തിയറം വെച്ചായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ തിയറം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പം ഇപ്പം നമുക്ക് എക്സാംസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും തിയറം വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടാണ് ചെയ്തു പോകാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജോമെട്രിയിൽ കവറപ്പ് ചെയ്യാനുള്ള സെക്ഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ഇതിലിപ്പം 7 സെക്ഷൻസ് ഉണ്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ. അപ്പോൾ ആദ്യം വരുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ്. ഓക്കെ, ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടും നമ്മുടെ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ടേംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കൂടാതെ പാരലൈൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടാമത് ഡിസ്കസ് ചെയ്യാനുള്ളത് പോളിഗണെ കുറിച്ചാണ്. അപ്പോൾ എന്താ പോളിഗൺ എന്ന് പറയുന്നത്? 3-3 സൈഡ്സ് വരുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. 3-3 സൈഡ്സ് ഇൻക്ലൂസ് ചെയ്ത് വരുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. 3 സൈഡ് വരുന്ന ഫിഗറിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയും. 4 സൈഡ് വരുന്ന ഫിഗറിനെ നമ്മൾ കോർഡിലേറ്റർ എന്ന് പറയും. 5 സൈഡ് ആകുമ്പോൾ അതിനെ പെൻറ്റഗൺ എന്ന് പറയും. അപ്പം അങ്ങനെ വരുന്ന ഫിഗേഴ്സിന് വിളിക്കുന്ന പേരാണ് പോളിഗൺ. അപ്പോൾ പോളിഗൺ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി മെൻസുറേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ജോമെട്രി റിലേറ്റഡ് ആയിട്ട് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പറയും. അത് ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. സെൻറ്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ട് 4 സെൻറ്റേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സെൻട്രോയിഡ് ഉണ്ട്, ഓർത്തോ സെൻറ്റർ ഉണ്ട്, ഇൻസെൻറ്റർ ഉണ്ട്, സർക്കം സെൻറ്റർ ഉണ്ട്. ഈ 4 സെൻറ്റേഴ്സിനെ കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അതിൽ കോൺഗ്രുവൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കൊന്നുമല്ല. ഓക്കെ, അത് ജസ്റ്റ് എന്താണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ സിമിലാരിറ്റി ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നൊരു പാർട്ടാണ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് കോഡിലാറ്ററലാണ്. ഓക്കെ, കോഡിലാറ്ററൽ എന്ന് പറയുന്നത് 4 സൈഡഡ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റെക്റ്റാങ്കിൾ, റോംബസ്, പാരലോഗ്രാം, അപ്പോൾ അതുപോലുള്ള കുറേ കോഡിലാറ്ററൽസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ഓൾറെഡി നിങ്ങൾ മെൻസുറേഷനകത്ത് പഠിക്കുന്നതാണ്. എന്നാലും ജോമെട്രി റിലേറ്റഡ് ആയിട്ട് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സർക്കിൾസ്. ഓക്കെ, ഈ 7 ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സർക്കിൾസ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സർക്കിൾസിൽ നിന്നായിരിക്കും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അതിൽ ഏകദേശം നമുക്ക് ഒരു 15ഓളം തിയറംസ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ലൈൻസ് ആൻഡ് ആംഗിൾസിലോട്ട് പോകാം. ഓക്കെ, അപ്പം ലൈൻസ് ആൻഡ് ആംഗിൾസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് കുറച്ച് ബേസിക് ടേംസ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബേസിക് ടേംസും കാര്യങ്ങളാണ്. ജോമെട്രി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബേസിക് ടേംസും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് പോയിന്റ്. ഓക്കെ, എന്താ പോയിന്റ് എന്ന് പറഞ്ഞാൽ? പോയിന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല. അതാണ് പോയിന്റ്. എന്താ പോയിന്റ് എന്ന് പറഞ്ഞാൽ? പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാർക്ക് ഓഫ് പൊസിഷനാണ്. ഒരു പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പോയിന്റ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പോയിന്റിനെ മെഷർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ പോയിന്റിനെ മെഷർ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെ ലെങ്ത്തോ ബ്രെഡ്ത്തോ ഹൈറ്റോ ഒന്നുമില്ല മെഷർ ചെയ്യാൻ. അപ്പോൾ അതെന്താ? ഡയമെൻഷൻ ലെസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഒരു പോയിന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് എന്താ? ലൈനാണ്. ലൈൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല. അതാണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ്, ഇതുപോലെ കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ചേർന്ന് വരുന്നതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ചേർന്ന് വരുന്നതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലൈനിനെ നമുക്ക് 2 ഡയറക്ഷനിലും എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അതാ പറയുന്നത് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഇൻ ബോത്ത് ഡയറക്ഷൻ. പിന്നെന്താ പറയുന്നത്? നോ എൻ പോയിന്റ്സ്. ഇതിന് പ്രത്യേകിച്ച് എൻ പോയിന്റ്സ് ഒന്നുമില്ല. 2 ഡയറക്ഷനിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈനിനകത്ത് ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുക. ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുക. ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, എന്താ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. ഇവിടെ ഒരു പോയിന്റ് ഞാൻ എ എടുക്കുന്നു. അതുപോലെ ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, ബി.
ഓക്കെ, അപ്പം ഞാൻ എന്താ ഈ ഒരു ലൈനിൽ നിങ്ങൾക്കറിയാം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 പോയിന്റ്സ് എടുക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് എ എടുക്കുന്നു, ഇവിടെ ഒരു പോയിന്റ് ബി എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ എ ബി എന്ന് എഴുതുക, എ ബി എന്ന് എഴുതുക. ഇനി ദാണ്ട മുകളിൽ ദാ ഇങ്ങനൊരു ആരോ കൊടുത്ത് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് മീൻ ചെയ്യുന്നത് ദാണ്ട 2 ഡയറക്ഷനിലും എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ലൈനിനെ വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ദാ പോയിന്റിന് ഡയമെൻഷൻ ഇല്ല, പക്ഷേ ലൈൻ എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. ഇറ്റ് ഈസ് 1 ഡയമെൻഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനിനെ വേണമെങ്കിൽ ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ മെഷർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ ലൈൻ എന്ന് പറയുന്നത് 1 ഡയമെൻഷനിലാണ്. ഓക്കെ, ഇതൊക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇത് ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ലൈൻ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ലൈൻ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ലൈൻ സെഗ്മെൻറ്റ് എന്താ പറയുന്നത്? പാർട്ട് ഓഫ് ദി ലൈൻ ബൗണ്ടഡ് ബൈ 2 ഫിക്സഡ് എൻഡ് പോയിന്റ്സ്. അപ്പോൾ നേരത്തെ ലൈനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വേണ്ട ലൈൻ. ഓക്കെ, ലൈനിൽ ഫിക്സഡ് എൻഡ് പോയിന്റ്സ് ഉണ്ടോ? ലൈനിൽ ഫിക്സഡ് എൻഡ് പോയിന്റ്സ് ഇല്ലായിരുന്നു. 2 സൈഡിൽ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ഓക്കെ, 2 ഡയറക്ഷൻ എത്ര വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പം 2 ഫിക്സഡ് എൻഡ് പോയിന്റ്സും ആണ്. ഈ അറ്റവും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ലൈൻ എന്ന് പറയുമ്പോൾ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും 2 ഫിക്സഡ് എൻഡ് പോയിന്റ്സും ആണ്. അപ്പോൾ ഇതിനപ്പുറം പോകത്തില്ല. ഓക്കെ ആണല്ലോ. ഈ 2 പോയിന്റും ഫിക്സഡ് ആണ്. ഇനി ലൈൻ സെഗ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ എ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ചുമ്മാ ജസ്റ്റ് എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ലൈൻ സെഗ്മെൻറ്റ് എന്നാണ്. ഓക്കെ ആണല്ലോ. ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ ആരോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഓക്കെ, പിന്നെ വരുന്നതാണ് റേ എന്ന് പറയുന്നത്. ഓക്കെ, റേ എന്ന് പറയുന്നത് എന്താ? പാർട്ട് ഓഫ് എ ലൈൻ. ലൈനിൻ്റെ ഒരു പാർട്ടാണ്. ദാറ്റ് ഹാസ് എ ഫിക്സഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ബട്ട് ഡസ് നോട്ട് ഹാവ് ആൻ എൻഡ് പോയിന്റ്. അപ്പോൾ ഒന്നുമില്ല, ഒരു ഫിക്സഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഒരു ഫിക്സഡ് സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ഒരു പോയിന്റ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. എന്താ ഈ ഒരു പോയിന്റ് ഫിക്സഡ് ആണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി താണ്ട മറ്റേ ഡയറക്ഷനിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ താണ്ട പോയിന്റ് എ ഫിക്സഡ് ആണ്. ഈ ഡയറക്ഷനിൽ താണ്ട എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു റേ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ ഇവിടെ ഒരു പോയിന്റ് ബി എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ബി എന്ന് ഇടുക. ഇനി പോയിന്റ് എ ഫിക്സഡ് അല്ലേ? പോയിന്റ് എ ഫിക്സഡ് ആണ്. അപ്പോൾ അവിടെ ഒരു ഡോട്ട് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഈ സൈഡിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. അപ്പോൾ അത് മീൻ ചെയ്യുന്നത് പോയിന്റ് എ ഫിക്സഡും മറ്റേ സൈഡിൽ ബി വരുന്ന സൈഡിൽ എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്നത് കൊളീനിയർ പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ ടേംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റേ, ലൈൻ സെഗ്മെൻറ്റ്, അതുപോലെ കൊളീനിയർ പോയിന്റ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. കൊളീനിയർ പോയിന്റ്സ് എന്താണെന്ന് നോക്കുക. എന്താ പറയുന്നത്? 2 or more points that lie on the same line. ഓക്കെ, അപ്പോൾ താണ്ട് ഇവിടെ ഒരു ലൈനുണ്ട്. ഓക്കെ, 2 നക്ഷത്രങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി എന്താ പറയുന്നത്? 2 or more points that lie on the same line. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 പോയിന്റ്സ് എടുക്കുവാണ്. അതാണ്ട പോയിന്റ് എ എടുക്കുന്നു, പോയിന്റ് ബി എടുക്കുന്നു, പോയിന്റ് സി എടുക്കുന്നു. ഓക്കെ, 3 പോയിന്റ്സും ഒറ്റ ലൈനിൽ കിടക്കുവാണ്. അപ്പോൾ എന്താ പറയുന്നത്? 2 or more points that lie on the same line. അതിനാണ് കൊളീനിയർ പോയിന്റ്സ് പറയുന്നത്. അപ്പോൾ 2 or 2-ലധികമോ പോയിന്റ്സ് ഒരു ഒറ്റ ലൈനിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റ്സിൽ നിന്ന പേരാണ് കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം എ ബി ആൻഡ് സി ആർ കൊളീനിയർ പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മീൻ ചെയ്യുന്നത് എന്താ? ഒരു ലൈനിൽ തന്നെയാണ് ആ 3 പോയിന്റ്സും കിടക്കുന്നതെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ലൈൻ സെഗ്മെൻറ്റും റേയും കൊളീനിയർ പോയിന്റ്സും മനസ്സിലായെന്ന് വരുന്നു. നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് എന്താ? കൺകറന്റ് ലൈൻസ് ആണ്. കൺകറന്റ് ലൈൻസ് അതെന്താ പറയുന്നത്? ഇഫ് 3 or more lines passes through a single point, then those lines are called concurrent lines. അപ്പോൾ നോക്കിയേ, 3 or more lines എന്ന് പറയുന്നത്
ആണ് ഞാനിവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, 3 or more ലൈൻസ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എത്ര ലൈൻസ് വരച്ചു? 3 ലൈൻസ് വരച്ചു. താണ്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണേ. AB, CD, അതുപോലെ EF, അങ്ങനെ 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ലൈൻസും കൂടെ ഒരു കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്യുവാണ്. ദാ ഇവിടെ ഒരു കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ആ കോമൺ പോയിന്റിനെ P എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ പറയുന്നത്? ഇഫ് 3 or more ലൈൻസ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ് ദെൻ ദോസ് ലൈൻസ് ആർ കോൾഡ് കൺകറന്റ് ലൈൻസ്. അപ്പം 2-2-ലധികമോ ലൈൻസ് ഒരു കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് കൺകറന്റ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം AB-യും CD-യും അതുപോലെ EF-ഉം എന്താന്ന് പറയാം? കൺകറന്റ് ലൈൻസ് ആണെന്ന് പറയാം. ഓക്കെ, P ഈസ് ദി കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് എന്താ? പാരലൈൻസ് ആണ്. ഓക്കെ, പാരലൈൻസ് എന്താ പറയുന്നത്? 2 lines in a plane are said to be parallel if they do not intersect each other when produced indefinitely in both direction. ഓക്കെ, പാരലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം പാരലൈൻസ്. ഇതാ ഇവിടെ ഇപ്പോൾ 2 ലൈൻസ് ഉണ്ട്. അത് നോക്കുക. ഓക്കെ, അതുപോലെ ആ മറ്റൊരു ലൈൻ വരച്ചു. ഓക്കെ, 2 ലൈൻസേ വരച്ചു. ഇനി ഇപ്പോൾ ഈ 2 ലൈൻസ് പാരലൽ ആവണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ലൈനെ ഞാൻ AB എന്ന് എഴുതുന്നു, റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ്ട് ഈ ലൈൻ AB, ഇതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു, P-യും Q. ഓക്കെ, അപ്പം AB എന്നൊരു ലൈനുണ്ട്, PQ എന്ന് മറ്റൊരു ലൈനുണ്ട്. അപ്പോൾ ഈ 2 ലൈൻസ് പാരലൽ ആവണമെന്നുണ്ടെങ്കിൽ ദാ ഈ 2 ലൈൻസും തമ്മിലുള്ള അകലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, ഈ 2 ലൈൻസും തമ്മിലുള്ള അകലം എപ്പോഴും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ 2 ലൈൻസും 2 ഡയറക്ഷനിൽ നമുക്ക് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. എപ്പോഴെങ്കിലും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുമോ? ഇല്ല. ഓക്കെ ആണല്ലോ. ഈ 2 ലൈൻസ് തമ്മിൽ അകലം സെയിം ആണെങ്കിൽ ഇത് ഒരിക്കലും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മൾ ഈ 2 ലൈൻസ് 2 ഡയറക്ഷനിലും എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരിക്കലും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ലൈൻസ് നമുക്ക് എന്തെന്ന് പറയാം? പാരലൽ ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതിവിടെ പറയുന്നത് 2 lines in a plane are said to be parallel if they do not intersect each other when produced indefinitely in both direction. എന്ന് വെച്ചാൽ 2 ഡയറക്ഷനിൽ എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം, ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇനി അത് മാത്രമല്ല, പാരലൈൻസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പാരലൈൻസ് എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്? പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, AB പാരലൽ ടു CD, ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, പാരലലിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് AB പാരലൽ ടു CD. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പം AB ഈസ് പാരലൽ ടു CD എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരത്തില്ല, ഇതുപോലെ തരത്തുള്ളൂ, ഇതുപോലെ സിമ്പിളായിട്ടായിരിക്കും തരുന്നത്. അപ്പം മനസ്സിലാക്കണം, ആ 2 ലൈൻസും പാരലാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലായല്ലോ, കൺകറന്റ് ലൈൻസും പാരലൈൻസും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർപെൻഡിക്കുലർ ലൈൻസും ട്രാൻസ്വേഴ്സൽ ലൈൻസും ആണ്. ഓക്കെ, ഇപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻസ് എന്താണെന്ന് നോക്കാം. പെർപെൻഡിക്കുലർ ലൈൻസ് പറഞ്ഞാൽ എന്താ? ഇഫ് 2 lines in a plane intersect each other at right angles then they are called perpendicular lines. ഇവിടെ നോക്കുക, അപ്പോൾ ഇവിടെ 2 ലൈൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു, AB. ഓക്കെ, ഇനി മറ്റൊരു ലൈൻ ഉണ്ട്. മറ്റൊരു ലൈനെ കുറിച്ച് എന്താ പറയുന്നത്? മറ്റൊരു ലൈൻ ഈ ഒരു ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ എന്താ? റൈറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. ഇൻ്റർസെക്റ്റ് ഈച്ചർ അറ്റ് റൈറ്റ് ആംഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ എന്താ? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കുക, അപ്പോൾ ഈ ഒരു ലൈനെ മറ്റൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. CD എന്ന് പറയുന്ന ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ലൈൻസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ. അതവിടെ പറയുന്നത് ഇഫ് 2 lines intersect each other at right angles then those lines are called perpendicular lines വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം, CD
ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈനിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പെർപെൻഡിക്കുലർ ലൈൻ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് വരുന്നത് ട്രാൻസ്വേഴ്സൽ ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സൽ ലൈൻ എന്താണെന്ന് നോക്കാം. എന്താ പറയുന്നത്? എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഇന്റർസെക്ട്സ് ടു ഓർ മോർ ലൈൻസ് അറ്റ് ഡിസ്റ്റിങ് പോയിന്റ്സ് ഇസ് കോൾഡ് ട്രാൻസ്വേഴ്സൽ ലൈൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിവിടെ 2 ലൈൻസ് വരയ്ക്കുവാണ്. 1 2 ലൈൻസ് വരച്ചു. പാരലൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 ലൈൻസ് ഞാൻ വരച്ചു. ഇനി എന്താ പറയുന്നത്? എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഇന്റർസെക്ട്സ് 2 ഓർ മോർ ലൈൻസ് എന്ന് വെച്ചാൽ 2 or 2 ലൈൻസ്. ഇവിടെ ഇപ്പോൾ 2 ലൈൻസ് വരച്ചു. 2 or 2 ലൈൻസിനെ ഒരു ലൈൻ ഇതുപോലെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 2 ലൈൻ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു ലൈൻ കൂടെ വരയ്ക്കാം. വേണ്ട, 3 ലൈൻസായി. അപ്പോൾ 2 or 2 ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ ലൈൻ. ഇവിടെ നോക്കുക, ഞാൻ ഈ ലൈനെ എ ബി എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ലൈനെ ഞാൻ സി ഡി എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ലൈനെ ഞാൻ ഇ എഫ് എന്ന് റിപ്രസെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ ആണല്ലോ. അപ്പം എ ബി എന്നുള്ള ലൈനുണ്ട്, സി ഡി എന്നുള്ള ലൈനുണ്ട്, ഇ എഫ് എന്നുള്ള ലൈനുണ്ട്. അപ്പോൾ ഈ 3 ലൈൻസിനെ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്ത് പോവുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുക, ഈ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഇന്റർസെക്ട്സ് 2 or more ലൈൻസ് അറ്റ് ഡിസ്റ്റിങ് പോയിന്റ്സ്. ഡിസ്റ്റിങ് പോയിന്റ്സ് ഏതൊക്കെയാണ്? 3 ഡിസ്റ്റിങ് പോയിന്റ്സിൽ കൂടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെ 3 ഡിസ്റ്റിങ് പോയിന്റ്സിൽ കൂടെ കട്ട് ചെയ്ത് പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ വരുന്ന പി ക്യൂ എന്ന് പറയുന്ന ലൈനെയാണ് ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സൽ ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടേംസിനകത്ത് കൺകറന്റ് ലൈൻസ്, കൊളീനിയർ പോയിന്റ്സ്, ഈ ട്രാൻസ്വേഴ്സൽ ലൈൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ലൈൻസ് റിലേറ്റഡ് ആയിട്ട് കുറേ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ലൈൻസ് സംബന്ധമായിട്ട് കുറേ ടേംസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഇനി വരുന്നത് ആംഗിളിലോട്ട് പോവാണ്. ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമ്മളിനി ആംഗിൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ആംഗിൾ. ഓക്കെ. അപ്പോൾ ആംഗിൾ എന്താ? ആൻ ആംഗിൾ ഇസ് ഫൗണ്ട് ബൈ 2 ലൈൻ സെഗ്മെന്റ്സ്. 2 ലൈൻ സെഗ്മെന്റ്സ് അല്ലെങ്കിൽ 2 റേസ് ഹാവിങ് എ കോമൺ എൻഡ് പോയിന്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിൾ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 റേസ് അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെന്റ്സ് എടുക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കി. ഓക്കെ, 2 റേസ് അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെന്റ്സ് ഞാൻ എടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, റേസ് എന്ന് പറയുമ്പോൾ എന്താന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. റേസ് എന്താ? റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റം ഫിക്സഡ് ആയിരിക്കും. ഇതാണ്ട ഈ ഒരു പോയിന്റ് ഫിക്സഡ് ആണ്. ഓക്കെ. ബാക്കി ഈ 2 ഡയറക്ഷനിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? 2 റേസ് അല്ലേ ഇത്? ഓക്കെ. ഇതാണ്ട് ഒരറ്റം ഫിക്സഡ് ആണ്, മറ്റേ സൈഡിൽ എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനാണ് നമ്മൾ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 റേസ് അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെന്റ്സും ആവാം. ഓക്കെ ആണല്ലോ. അപ്പം ഇതെപ്പോഴും ഉണ്ടല്ലോ, ഇതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇതെപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. ഈ ഒരു ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ റേ ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഇതൊരെണ്ണം ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ റേ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു റൊട്ടേറ്റിംഗ് ലൈൻ, ഓക്കെ, ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു റൊട്ടേറ്റിംഗ് ലൈൻ എത്ര എമൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു റൊട്ടേറ്റിംഗ് ലൈൻ എത്ര എമൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ഒരു മെഷറിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, ഒരു കോമൺ എൻഡ് പോയിന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ. കോമൺ എൻഡ് പോയിന്റ് എന്താ? ഈ 2 റേസിനും കൂടെ വരുന്ന കോമൺ പോയിന്റ് ആണിത് അല്ലേ? 2 റേസും അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെന്റ് ഇന്റർസെക്ട് ചെയ്യുന്ന കോമൺ പോയിന്റ് ആണിത്. ഓക്കെ. ഈ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമൺ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ആംഗിൾ എന്താണെന്ന് മനസ്സിലായില്ലേ?
അപ്പോൾ ഒരു ഫിക്സഡ് ലൈൻ ഉണ്ട്, റൊട്ടേറ്റിംഗ് ലൈൻ ഉണ്ട്. ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു റൊട്ടേറ്റിംഗ് ലൈൻ എത്ര എമൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു ആ ഒരു മെഷറിനെയാണ് ആംഗിൾ എന്ന് പറയുന്നത്. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോമൺ പോയിന്റ് നമ്മൾ വെർട്ടെക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറയുന്നത്, പലതരം ആംഗിൾസ് ഉണ്ട്, പല ടൈപ്പ് ആംഗിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പലതരം ആംഗിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് എന്താ, അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ ഇതെല്ലാം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് തന്നെ ആയിരിക്കും, എന്നാലും ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആ നേരത്തെ പറഞ്ഞ പോലെ 2 റേസ് അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ ഇതാ ഇവിടെ വരുന്നൊരു ആംഗിൾ. ഓക്കെ, ഓക്കെ അവിടെ ഒന്നുകൂടെ വരയ്ക്കാം. ഇവിടെ നോക്കുക, 2 റേസ് അല്ലെങ്കിൽ 2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതാ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ, അത് 0ക്കും 9 ഡിഗ്രിക്ക് ഇടയിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ 0ക്കും 9 ഡിഗ്രിക്ക് ഇടയിൽ വരുന്നൊരു ആംഗിളിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം തീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ഡിഗ്രി ആയിരിക്കണം, ലെസ് ദാൻ എന്തുമായിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. അതിനിടയിൽ വരുന്നൊരു ആംഗിളിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ വരുന്ന മറ്റൊന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് അല്ലേ, റൈറ്റ് ആംഗിൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. എന്താ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്, 90 ഡിഗ്രി വരുന്നതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്, പറഞ്ഞത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കുക. ഇപ്പോൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ അവിടെ നോക്കുക. അപ്പോൾ നമ്മുടെ 2 റേസ് അല്ലേ, 2 റേസ് അല്ലെങ്കിൽ ആ 2 ലൈൻ സെഗ്മെൻറ്റ്സിന് ഇടയിൽ വരുന്ന ആംഗിൾ, ഇടയിൽ വരുന്ന ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം 2 കഴിഞ്ഞു. പലതരമുണ്ട്, പല ടൈപ്സ് ഉണ്ട്. അതിലിപ്പോൾ 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി അടുത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താ, ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താ പറയുന്നത്, ഗ്രേറ്റർ ദാൻ 9 ഡിഗ്രി ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ 9 ഡിഗ്രി ആയിരിക്കണം, ലെസ് ദാൻ 18 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ വരും നോക്കാം. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 18 ഡിഗ്രി. അപ്പോൾ അത് ഏകദേശം ഇത് ഇങ്ങനെ വരും, കണ്ടോ, ഏകദേശം ഇങ്ങനെ വരും. ഇപ്പോൾ നോക്കി, വേണ്ട ഇവിടാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഗ്രേറ്റർ ദാൻ എന്താ, 9 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കണം, ലെസ് ദാൻ എന്തുമായിരിക്കണം, 18 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 90ക്കും 180ക്കും ഇടയിൽ വരുന്നൊരു ആംഗിളിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് എന്താ, സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, സ്ട്രെയിറ്റ് ആംഗിൾ എന്താ, ആൻ ആംഗിൾ ഹൂസ് മെഷർ ഇസ് 180 ഡിഗ്രി. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും. ഓക്കെ ആണല്ലോ, സ്ട്രെയിറ്റ് ലൈൻ പോലെ വരും. അതിൻ്റെ കോമൺ പോയിന്റ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക, സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ, സ്ട്രെയിറ്റ് ലൈൻ പോലെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ താണ്ട തീറ്റ ഈക്വൾ എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ ചോദിച്ചാൽ അത് 180 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ആംഗിൾ ചോദിച്ചാൽ 180 ഡിഗ്രിയാണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രിയാണ്. പിന്നെ വരുന്നതാണ് റിഫ്ലെക്സ് ആംഗിൾ. റിഫ്ലെക്സ് ആംഗിൾ അതെന്താ പറയുന്നത്, ആൻ ആംഗിൾ ഹൂസ് മെഷർ ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 360 ഡിഗ്രി അല്ലേ. അപ്പോൾ അതെങ്ങനെ വരും നമുക്ക് നോക്കാം. റിഫ്ലെക്സ് ആംഗിൾ അപ്പോൾ 180 ഡിഗ്രിക്ക് എബോവ് ആയിരിക്കണം, 360ക്ക് താഴെയും വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതാ കണ്ടോ, ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇതാ അകത്ത് വരുന്ന ഈ ആംഗിൾ എന്താ, അത് കുറച്ച് നമ്മൾ വരച്ചതാണ്. അകത്ത് വരുന്ന ഈ ആംഗിൾ അത് ഒബ്റ്റ്യൂസ് ആണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഒബ്റ്റ്യൂസ് ആംഗിളാണ്. റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടുന്ന്, ഓക്കെ ഇവിടുന്ന് ഇവിടെ വരുന്ന ഈ ആംഗിൾ, ഇത്രയും വലിയ ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഗ്രേറ്റർ ദാൻ എന്താ, 180 ഡിഗ്രിയുമാണ്, ലെസ് ദാൻ എന്തുമാണ്, 360 ഡിഗ്രിയുമാണ്. അപ്പോൾ 180ക്ക് 360ക്ക് ഇടയിൽ വരുന്ന ആ ആംഗിളിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ഇനി ഒന്നുകൂടെ ഉണ്ട്, കംപ്ലീറ്റ് ആംഗിൾ. അപ്പോൾ അതെന്താ നോക്കാം. കംപ്ലീറ്റ്
അപ്പം കംപ്ലീറ്റ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നോക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫിക്സഡ് ലൈനും ഇവിടെ ഇരിക്കുവാണ്, റൊട്ടേറ്റിംഗ് ലൈനും ഇവിടെ ഇരിക്കുവാണ്, അവിടെ തന്നെ ഇരിക്കുവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിക്സഡ് ലൈനിൽ നിന്നും റൊട്ടേറ്റിംഗ് ലൈൻ ഇതാ ഇങ്ങനെ കറങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ വരുവാണ്. ഓക്കെ ആണല്ലോ. ഇതാ ഈ ഫിക്സഡ് ലൈൻ ഉണ്ടല്ലോ, ഫിക്സഡ് ലൈൻ ഇവിടെ ഇരിപ്പുണ്ട്, റൊട്ടേറ്റിംഗ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ തിരിച്ചു വരുവാണ്. അപ്പോൾ ഫിക്സഡ് ലൈനും നമ്മുടെ റൊട്ടേറ്റിംഗ് ലൈനും രണ്ടും എന്ത് കോയിൻസൈഡ് ചെയ്തിരിക്കുവാണ്. ഓക്കെ, അങ്ങനെ ഒരു ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷൻ കറങ്ങി കഴിഞ്ഞു. ആ ഒരു ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷനെയാണ് നമ്മൾ 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആ ഒരു ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷൻ അതിനെയാണ് നമ്മൾ 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കംപ്ലീറ്റ് ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് പല ടൈപ്പ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും അറിയാത്ത കുറച്ച് പേരും കൂടെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഇതെല്ലാം പറഞ്ഞ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തിലോട്ട് പോകാം. നെക്സ്റ്റ് വരുന്നത് എന്താ? കോംപ്ലിമെൻ്ററി ആൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ? 2 angles are said to be complementary when their measures add to 90 degree. അപ്പോൾ ഒന്നുമില്ല, ഞാൻ 2 ആംഗിൾസ് എടുക്കുവാണ്. ഒന്ന് ഞാൻ θ1 എടുക്കുന്നു, മറ്റൊന്ന് θ2 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾസ് കോംപ്ലിമെൻ്ററി എന്ന് പറയണമെങ്കിൽ, ഈ 2 ആംഗിൾസും കോംപ്ലിമെൻ്ററി എന്ന് പറയണമെങ്കിൽ ഈ 2 ആംഗിൾസൂടെ ആഡപ്പ് ചെയ്യുമ്പം എത്ര വരണം? ഈ 2 ആംഗിൾസൂടെ ആഡപ്പ് ചെയ്യുമ്പം അതിൻ്റെ സം എന്ന് പറയുന്നത് 90 ഡിഗ്രി വരണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി എന്തൊരുമായിരിക്കും? 40 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ കോംപ്ലിമെൻ്ററി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ആംഗിളൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് വരണം? അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിളൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് വരണം? 90 വരണം. അപ്പോൾ 40 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. കാരണം അത് രണ്ടുകൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി എന്തായിരിക്കും? 30 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി പറയാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ. 30 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി ചോദിച്ചാൽ അത് 60 ഡിഗ്രി ആയിരിക്കും. കാരണം അത് രണ്ടുകൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് വരണം? 9 ഡിഗ്രി വരണം. മനസ്സിലായല്ലോ. ഇനി പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ദാ ഇവിടെ തീറ്റ എടുക്കുന്നു. തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്തായിരിക്കും? ഞാനൊരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ചോദിച്ചാൽ അതെന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും അല്ലേ? ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 90-ൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ഇത് രണ്ടുകൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 90 കിട്ടണം. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കുക. ഞാനത് പിന്നെയും പറയും. ഓക്കെ, നമുക്കിത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ വരുന്നത് 90 മൈനസ് തീറ്റയാണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഓക്കെ, സപ്ലിമെൻ്ററി ആംഗിൾ ഇതുപോലെ തന്നെയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആംഗിൾസ് ആഡപ്പ് ചെയ്യുമ്പോൾ സമ്മ് 90 വരണം. സപ്ലിമെൻ്ററി ആംഗിളിൻ്റെ കേസിൽ 2 ആംഗിൾസ് ആഡപ്പ് ചെയ്യുമ്പോൾ എന്ത് വരണം? സമ്മ് 180 ഡിഗ്രി വരണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ 2 ആംഗിൾസ് എടുക്കുന്നു, θ1 θ2. അപ്പോൾ ഇവിടെ ഈ 2 ആംഗിളിലെ സം എന്ത് വരണം? സപ്ലിമെൻ്ററി ആവണമെന്നുണ്ടെങ്കിൽ ഈ 2 ആംഗിൾസിൻ്റെ സം എന്ത് വരണം? ഈ 2 ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി വരണം. ഓക്കെ, അപ്പം 2 ആംഗിൾസ് സെറ്റ് ടു ബി സപ്ലിമെൻ്ററി ഇഫ് ദെയർ മെഷേഴ്സ് ആഡ്സ് ടു 180 ഡിഗ്രി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞല്ലേ, ഇവിടെ ഇപ്പോൾ ഞാൻ 40 ഡിഗ്രി എടുത്തു. 40 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി ചോദിച്ചാൽ എന്തൊരുമായിരിക്കും? 40 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി രണ്ടുകൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ 180 വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പം 40 ഡിഗ്രിയുടെ കോംപ്ലിമെൻ്ററി ചോദിച്ചാൽ അത് 50യും 40 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി ചോദിച്ചാൽ അത് 140 ഡിഗ്രിയുമാണ്. അതുപോലെ ഇവിടെ ഇപ്പം ഞാൻ ഒരു 50 ഡിഗ്രി എടുക്കുന്നു. 50 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി ആംഗിൾ എന്തായിരിക്കും? 50 ഡിഗ്രിയുടെ സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ അത് 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ടും കൂടെ തിരിഞ്ഞ് പോകരുത്. ഓക്കെ ആണല്ലോ. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും. ഓർത്ത് വെച്ചേക്കുക, കോംപ്ലിമെൻ്ററി ഉണ്ട്, സപ്ലിമെൻ്ററി ഉണ്ട്. ഓക്കെ, കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ സമ്മ് 90യും
സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ സമ്മ് 180 ആണ്. ഇതെങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചേക്കുക, തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റും. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്താ? 90 മൈനസ് തീറ്റ അല്ലേ? അതുപോലെ ഇവിടെ സപ്ലിമെൻ്ററിയുടെ കേസിൽ നിങ്ങൾ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ചോദിച്ചാൽ എന്തിൽ നിന്നും കുറയ്ക്കണം? ആലോചിച്ച് നോക്കുക. കോംപ്ലിമെൻ്ററി വരുമ്പോൾ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ ചോദിച്ചാൽ അത് എന്തിൽ നിന്നും കുറയ്ക്കണം? 180യിൽ നിന്നും കുറയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ 180 മൈനസ് തീറ്റ. ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും തിരിഞ്ഞു പോകരുത്. ഓക്കെ ആണല്ലോ. ഇത് വെച്ച് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിൾ ബൈസെക്ടറും. ഓക്കെ, ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ പെർപെൻഡിക്കുലർ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? പെർപെൻഡിക്കുലർ എന്താ നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ട് ലൈൻസ് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആവുന്നത്? രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവണമെന്നുണ്ടെങ്കിൽ ആ രണ്ട് ലൈൻസും പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? ഇവിടെ പക്ഷേ എന്താ പറയുന്നത്? പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടറെ കുറിച്ച് പറയുന്നത്? ഇഫ് എ ലൈൻ പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്. ഒരു ലൈൻ എന്ന് പറയുന്നത് മറ്റൊരു ലൈനിൻ്റെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്നു. അത് മാത്രമല്ല ആൻഡ് ഇസ് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ലൈനിനെ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. അപ്പം ഒരു ലൈൻ മറ്റൊരു ലൈനിൻ്റെ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, വരച്ച് തന്നെ നോക്കാം. ഇതാ ഇവിടെ നോക്കുക, ഇവിടെ ലൈനുണ്ട്. ഓക്കെ, ഇവിടെ ലൈൻ AB ഉണ്ട്. അപ്പം ഈ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്നത് ഇതിലെ കൂടെയാണ്? മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ ആണല്ലോ. എന്താ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? ഇതാ ഈ രണ്ട് ലൈനിൻ്റെയും മിഡ് പോയിന്റ്. ഓക്കെ, ഇതാ ഏകദേശം എന്താ ഇവിടെ വരുമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. നടുക്കത്തെ പോയിന്റ്, ആ ലൈനിൽ നടുക്ക് വരുന്ന പോയിന്റ്, അതിനെയാണ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ദാ ഈ AB എന്ന് പറയുന്ന ലൈനെ മറ്റൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് പാസ് ചെയ്ത് പോവുകയാണ്. മറ്റൊരു ലൈൻ എന്താണ്? CD എന്ന് പറയുന്ന ലൈൻ അതിന് ഇൻ്റർസെക്റ്റ് ചെയ്ത് പാസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അങ്ങനെ വെറുതെ പാസ് ചെയ്ത് പോയാൽ മാത്രം പോരാ. പാസ് ചെയ്ത് പോവുകയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാ CDയെ ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുക, ഡെഫിനേഷൻ വെച്ച് നോക്കുക. ഇവിടുത്തെ ഡെഫിനേഷൻ വെച്ച് നോക്കുക. ഇഫ് എ ലൈൻ പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ്. അപ്പം AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ കണ്ട CD എന്ന് പറയുന്ന ലൈൻ മിഡ് പോയിന്റ് കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. പാസ് ചെയ്ത് പോവുക മാത്രമല്ല, എന്താ ആൻഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അതാണ്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ എന്താ? 90 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? CD ഇസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB എന്ന് പറയാം. CD ആണ് AB എന്ന് പറയുന്ന ലൈനെ ബൈസെക്ട് ചെയ്യുന്നത്. തിരിച്ചു പറയാൻ പറ്റുമോ? തിരിച്ചു പറയാൻ പറ്റത്തില്ല. AB ഇസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് CD എന്ന് പറയാൻ പറ്റത്തില്ല. CD ഇസ് ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് AB എന്ന് പറയാം. കാരണം CD ആണ് ABയെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നടുക്കൂടി പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി വരുന്നതാണ് ആംഗിൾ ബൈസെക്ടർ. അപ്പം ആംഗിൾ ബൈസെക്ടർ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ആംഗിൾ ബൈസെക്ടർ എന്താ? ഇഫ് എ ലൈൻ കട്ട്സ് ആൻ ആംഗിൾ ഇൻറ്റു 2 ഈക്വൽ ആംഗിൾസ്. ഒന്നുമില്ല, ആംഗിൾ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ്ട് ഇവിടെ രണ്ട് റേസ് ഉണ്ട്, രണ്ട് റേസ് അല്ലെങ്കിൽ രണ്ട് ലൈൻ സെഗ്മെൻറ്റ്സ് ഉണ്ട്. അപ്പം ദാ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇവിടെ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ആംഗിൾ ബൈസെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഈ ഒരു ആംഗിളിനെ ദാ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കിക്കൊണ്ട് നടുക്കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈൻ. ഓക്കെ, ദാ ഈ ഒരു മൊത്തത്തിൽ വരുന്ന ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആക്കിക്കൊണ്ട് നടുക്കൂടി പാസ് ചെയ്ത് പോകുന്ന ലൈനെയാണ് നമ്മൾ ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വെർട്ടെക്സ് ഇല്ലേ, വെർട്ടെക്സിനെ ഞാൻ O എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പം AOB എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടായിരുന്നു. ആ ആംഗിളിനെ OC എന്ന് പറയുന്ന ലൈൻ ബൈസെക്ട് ചെയ്ത് പോവുകയാണ്.
ഒ സി എന്ന് പറഞ്ഞ ലൈൻ ബൈസെക്ട് ചെയ്ത് പോവുകയാണ്, രണ്ട് ഈക്വൽ ഹാഫ് ആക്കിക്കൊണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? എന്നുവെച്ചാൽ ഇത് മൊത്തത്തിൽ ഈ ഒരു ആംഗിൾ 60 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 30 ആയിരിക്കും, ഇതും എന്ത് തന്നെ ആയിരിക്കും? 30 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒ സിയെ നമുക്ക് ആംഗിൾ ബൈസെക്ടർ എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തിലോട്ട് പോവാം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ സപ്ലിമെൻ്ററി ആംഗിളും കോംപ്ലിമെൻ്ററി ആംഗിളൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2x + 17 ഡിഗ്രി ആൻഡ് x + 4 ഡിഗ്രി ആർ കോംപ്ലിമെൻ്ററി. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വാല്യൂ ചോദിക്കുവാണ്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് തനിയെ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? സൊല്യൂഷൻ നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾസ്, ഇത് രണ്ടും എന്താ? അത് രണ്ട് ആംഗിൾസ് ആണ്. 2x + 17 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളും x + 4 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളും കോംപ്ലിമെൻ്ററി ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്ററി എന്താണെന്ന് അറിയണം. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സമ്മ് 90 ആണോ 180 ആണോ? കൺഫ്യൂഷൻ വരരുത്, ആലോചിച്ച് നോക്കുക. കോംപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ സമ്മ് 90 ആണോ 180 ആണോ ആലോചിച്ച് നോക്കുക. അപ്പോൾ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സമ്മ് എന്താ? 90 ഡിഗ്രി ആണ്. അപ്പം ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതാണ്ട് 2x + 17 ഡിഗ്രി ഉണ്ട്, അതും പിന്നെ അതാണ്ട് ഈ ഒരു ആംഗിൾ ഏതാ? x + 4 ഡിഗ്രി. അപ്പം ഈ ഒരു x + 4 ഡിഗ്രി, ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്ന് x കണ്ടുപിടിക്കുക. അപ്പോൾ 2x + x എന്ത് വരും? 3x. 3x + 17 + 4 എന്ത് വരും? 21 ഡിഗ്രി. ഓക്കെ, ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 90 ഡിഗ്രി എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ നിന്ന് നമുക്ക് 3x = എന്ത് വരും? 21 അപ്പുറത്ത് പോകുന്നു. അപ്പോൾ എത്ര വരും? 69 ഡിഗ്രി. കുറയ്ക്കുമ്പോൾ 69 ഡിഗ്രി വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുമ്പം 23 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഈ ആൻസർ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? 180 എന്ന് എടുത്തു കഴിഞ്ഞാൽ തെറ്റും. ഓക്കെ ആണല്ലോ? അതാ പറയുന്നത്, ആദ്യം നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സമ്മ് 90, സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സമ്മ് 180 ഫിക്സ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഇതുപോലത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? ഇതുപോലെ ഇത്ര സിമ്പിളായിട്ടായിരിക്കും തന്നെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? An angle theta is 1/4 of its supplementary angle. What is the measure of the angle theta? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? സൊല്യൂഷൻ നോക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ പറയുന്നത് an angle theta is 1/4 of its supplementary angle എന്നാണ് പറയുന്നത്. അപ്പം ഇത് സപ്ലിമെൻ്ററി ആംഗിൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സപ്ലിമെൻ്ററി ആംഗിൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ഇത് കോംപ്ലിമെൻ്ററി ആംഗിൾ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. തിരിഞ്ഞു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞു കോംപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി എന്ന് പറയുന്ന സമ്മത്ര 180 ആണ്. ഓക്കെ, അത് മൈൻഡ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കാണും. ഇപ്പം മിക്കവർക്കും കിട്ടിയ ആൻസർ ചിലപ്പോൾ 45 ഡിഗ്രി ആയിരിക്കും, അല്ലേ? എന്നാൽ അത് തെറ്റായ ആൻസറാണ്. 45 ഡിഗ്രി അല്ല ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, കുറച്ച് പേർക്ക് ഇങ്ങനെ 45 ഡിഗ്രി കിട്ടിക്കാണും. ഓക്കെ, അപ്പോൾ എവിടാ തെറ്റിയെന്ന് നോക്കുക. സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോഴേ ചാടി വീഴരുത്. സമ്മ് 180 എന്നല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആൻ ആംഗിൾ തീറ്റ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് സപ്ലിമെൻ്ററി ആംഗിൾ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ആംഗിൾ തീറ്റ എടുത്തു. ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്താ? ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ 180 അല്ല. അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റയാണ്. ഓക്കെ, ഓർമ്മയുണ്ടോ? നേരത്തെ പറഞ്ഞു തന്നതാണ്. ഒരു ആംഗിൾ തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ആൻ ആംഗിൾ തീറ്റ ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വൽ സൈൻ ഇടാം. ആൻ ആംഗിൾ തീറ്റ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിൾ എന്താ? 180 മൈനസ് തീറ്റ അല്ലേ? അപ്പം ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലിമെൻ്ററി ആംഗിളിൻ്റെ 1/4 എന്നാണ് പറയുന്നത്.
ഓക്കെ ആണല്ലോ. ഇങ്ങനെ വെച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ, അല്ലാതെ സപ്ലിമെൻ്ററിന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടിക്കറി 180 ഇട്ടിട്ട് 1/4 × 180 ചെയ്താൽ അതാവില്ല ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക 1/4 × 180 - θ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ 4θ = എന്ത് വരും? 180 - θ എന്ന് പറഞ്ഞു വരും. ഇനി -θ ഇപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -θ ഇപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് വരും? 5θ. 5θ = 180 ഡിഗ്രി എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്നും θ = എന്ത് വരും? θ = 180/5. 180/5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 36 ഡിഗ്രി. ഇതാണ് റൈറ്റ് ആൻസർ, അല്ലാതെ 45 ഡിഗ്രി അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ആൻഡ് ആംഗിൾ θ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആംഗിൾ ചോദിച്ചാലോ? കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് ചോദിച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു ആംഗിൾ θ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്തായിരിക്കും? കോംപ്ലിമെൻ്ററി ചോദിച്ചാൽ അത് 90 - θ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ആൻഡ് ആംഗിൾ θ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് കോംപ്ലിമെൻ്ററി ആംഗിൾ ചോദിച്ചാൽ θ = 1/4 ഓഫ് എന്ത് ചെയ്യണം? 90 - θ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ട് റെയിൽവേ പോലത്തെ എക്സാംസിനൊക്കെയാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് വെച്ചിട്ടുള്ള ബേസിക് ടേംസും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ആംഗിൾ, സപ്ലിമെൻ്ററി ആംഗിൾ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ടോപ്പിക്ക് പഠിക്കാനുള്ളത്, നമുക്ക് പാരലൈൻസ് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മളിനി അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.